നമസ്തേ ആപ് സभी का हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ നമ്മൾ ലിംഗ് ഹിന്ദി വ്യാകരണത്തിലെ ലിംഗ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ലിംഗം എന്നാൽ എന്ത്, അതേപോലെ പുല്ലിംഗവും സ്ത്രീലിംഗവും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. सत्ना के जिस रूप से पुरुष या स्त्री जाति का बोध होता है उसे लिंग कहते हैं എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ जिस शब्द से पुरुष जाति का बोध होता है उस शब्द को क्या कहते हैं, पुल्लिंग शब्द कहते हैं. उसी प्रकार जिस शब्द से स्त्री जाति का बोध होता है उस शब्द को സ്ത്രീലിംഗ ശബ്ദ कहते हैं എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പുല്ലിംഗ ശബ്ദങ്ങളെയും സ്ത്രീലിംഗ ശബ്ദങ്ങളെയും തിരിച്ചറിയാൻ കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പുല്ലിംഗ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത് കുറച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുല്ലിംഗ ശബ്ദം കി പെഹചാനാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് പ്രാണിവാചക് ശബ്ദ്. പ്രാണിവാചക് ശബ്ദത്തിൽ വരുന്നതാണ് ഷേർ, ചീത്ത, ഘോഡ, ബൈൽ ഇവയൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ അപ്രാണിവാചക് ശബ്ദത്തിൽ വരുന്നതാണ് വൃക്ഷം കി നാം. വൃക്ഷം കി നാം എന്ന് പറയുമ്പോൾ മരങ്ങളുടെ പേരുകൾ. ആം, നീം, അശോക്, ഗുൽമോഹർ, ദേവദാർ, അതേപോലെ കദംബ് ഇവയൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. അപവാദമായിട്ട് വരുന്നത്, അതായത് എക്സെപ്ഷൻ വരുന്നത് ഇംലിയാണ്, പുളിമരം. അതെന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ് കേട്ടോ. ഇംലി എക്സെപ്ഷനാണ്, അത് പുല്ലിംഗ ശബ്ദമല്ല. അപ്പോൾ ഇംലി പ്രത്യേകം നോട്ട് ചെയ്യണം, എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ്. നെക്സ്റ്റ് പർവ്വതം കെ നാം. പർവ്വതം കെ നാമിൽ നമ്മുടെ ഹിമാലയവും കൈലാസും ആരവല്ലിയും സത്പുരയും ഒക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. അപ്പോൾ പർവ്വതങ്ങളുടെ പേരുകളൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ ദിനവും കെ നാം, രവിവാർ മുതൽ ശനിവാർ വരെയുള്ള 7 ദിവസങ്ങളുടെ പേരുകളും എന്താണ് പുല്ലിംഗ ശബ്ദങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ ദ്രവ പദാർത്ഥം കെ നാം, അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. പക്ഷെങ്കിൽ അതിലും എക്സെപ്ഷൻ വരുന്നുണ്ട്. പാനി, പെട്രോൾ, ദൂത്, തേൽ, രക്ത് ഇവയൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. പക്ഷേ ചായ്, സ്യാഹി, ലസ്സി, ഷറാബ്, ബൂന്ത് ഇവയൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പോൾ ചായ്, ലസ്സി, ഷറാബൊക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പാനി, പെട്രോൾ, ദൂത്, തേൽ, രക്ത് ഇവയൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ സമൂഹവാചക സംജ്ഞയായിട്ട് വരുന്ന പരിവാർ, വിദ്യാലയ്, മണ്ഡൽ, സംഘ് ഇവയൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതിലും എന്തുണ്ട് എക്സെപ്ഷൻ വരുന്നുണ്ട്. സഭ, സമിതി, ജനത, സൻസദ് ഇവയൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഭാവവാചക സംജ്ഞ സമൂഹവാചക സംജ്ഞയിൽ വരുന്ന സഭയും സമിതിയും ജനതയും സൻസദൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. പിന്നെ വരുന്നത് ഭാവവാചക സംജ്ഞയാണ്. ഭാവവാചക സംജ്ഞയിൽ വരുന്ന ബഹാവ്, ബച്ചാവ്, ബച്ചപ്പൻ, ബുഡാപ്പ ഇവയൊക്കെ എന്താണ് പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ കവിത്വ, സ്വാമിത്വമൊക്കെ എന്താണ് ഭാവവാചക സംജ്ഞക്ക് ഉദാഹരണമാണ്. അതേപോലെ പുല്ലിംഗ ശബ്ദങ്ങളും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ പഹചാനാണ് ഇനി നമ്മൾ നോക്കുന്നത്. സ്ത്രീലിംഗ ശബ്ദത്തിൽ മെയിനായിട്ട് വരുന്നത് ലിപികളുടെ പേരുകൾ, ഭാഷകളുടെ പേരുകൾ, വസ്ത്രങ്ങളുടെ പേരുകളൊക്കെ വരുന്നത് സ്ത്രീലിംഗ ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ ലിപിയും ഭാഷയും ഉറപ്പാണ് എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ദേവനാഗരി ആവട്ടെ, ബ്രാഹ്മി ആവട്ടെ, ഖരോഷ്ടി ആവട്ടെ അതൊക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ്. അതേപോലെ ഭാഷകൾ ഹിന്ദി, അറബി, ഫാർസി ഒക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. വസ്ത്രം കെ നാമിൽ വരുമ്പം ചോളി, പത്തലോൻ, സാടി, കമീസ് ഇവയൊക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അതായത് സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സൊക്കെ എന്താണ് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പക്ഷേ എക്സെപ്ഷൻ വരുന്നത് എന്താ, കുർത്ത, പൈജാമ, കോട്ട്, സൂട്ട് ഇവയൊക്കെ ആരാണ് ധരിക്കുന്നത്, പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇത് പുല്ലിംഗ ശബ്ദങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ വരുന്നത് നമ്മൾ ജിൻ ശബ്ദം കെ അന്തമേ ആയി, ഇയ, ഇമ, ഈ, നീ, റി, आवट, आहट, ता, आर, शा, ता जुड़े होते हैं वे प्रायः സ്ത്രീലിംഗ होते हैं. അപ്പോൾ ശബ്ദങ്ങളുടെ അവസാനം ആയി,
ഇയ, ഇമ, ഈ, നീ, രീ, ആവട്ട്, ആഹട്ട്, താ, ആർ, ഷ, ത ഇവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ത്രീലിംഗ ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണമാണ് ആയിൽ വരുന്നതാണ് മിഠായി, ലഡായി, സഫായി, പഠായി ഇവയൊക്കെ. ഇയയിൽ പറയുമ്പം ചിടിയ, ബുഡിയ, ഗുഡിയ എന്നൊക്കെ നമുക്ക് പറയാം. ഇമയിൽ ലാലിമ, നീലിമ, ഗരിമ, മഹിമ ഒക്കെ പറയാം കേട്ടോ. പിന്നെ ഈയിൽ വരുന്നതാണ് ഗർമി, സർദി, ഖിടുക്കി, അതേപോലെ എന്ത് പറയാം, ആബാദി, ഗാലി ഇവയൊക്കെ ഈയിൽ വരുന്നതാണ്. അതേപോലെ നീ, കർണി, ഭർണി, ജനനി. പിന്നെ രീയിൽ വരുന്നതാണ് ഛത്രി, ബക്രി, ഗഠ്രി. ആവട്ടിൽ ലിഖാവട്ട്, സജാവട്ട്, ബനാവട്ട്, ഥക്കാവട്ട് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ ആഹട്ടിൽ ഖബറാഹട്ട്, മുസ്കുറാഹട്ട്. അതേപോലെ എന്തുണ്ട്, ചിക്നാഹട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പിന്നെ ത, ഏകത, മനുഷ്യത, മാനവത, അതേപോലെ ലഘുത, നീചത ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പിന്നെ ആറിൽ എൻഡ് ചെയ്യുന്ന സർക്കാർ, ദീവാറൊക്കെ എന്താണ്? സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ഷായിൽ അവസാനിക്കുന്ന ലാഷ്, തലാഷ്, ബാരിഷ് ഇവയൊക്കെ എന്താണ്? സ്ത്രീലിംഗ ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ത, ദാവത്ത്, ഇസ്സത്ത്, കീമത്ത് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത്രയും മനസ്സിലാക്കി വെക്കുക. കാരണം ഒരുപാട് ശബ്ദങ്ങളുണ്ട്. സ്ത്രീലിംഗ ശബ്ദങ്ങളും പുല്ലിംഗ ശബ്ദങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഈ ആയി, ഈ, ഐമ ഇല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അതേപോലെ ഈ ഭാഷകളുടെ പേരും ലിപികളുടെ പേരുകളൊക്കെ എന്താണ്? സ്ത്രീലിംഗ ശബ്ദങ്ങളായിരിക്കുമെന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക. പിന്നെ പുല്ലിംഗ ശബ്ദങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ പഠിച്ചു. വൃക്ഷങ്ങളുടെ പേരുകൾ, അതേപോലെ പ്രാണിവാചക അല്ലേ, മൃഗങ്ങളുടെ പേരുകളൊക്കെ എന്താണ്? പ്രാണിവാചകിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൃഗങ്ങളുടെ പേരെന്താണ്? പുല്ലിംഗ ശബ്ദങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ വൃക്ഷങ്ങളുടെ പേരിൽ ഇംലി ഒഴികെ ബാക്കിയെല്ലാം ഇത് വൃക്ഷങ്ങൾ എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. അതേപോലെ പർവ്വതങ്ങളുടെ പേരുണ്ട്. പിന്നെ ദിവസങ്ങളുടെ പേരിൽ ദിനമൊക്കെ നാമം വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? ദ്രവപദാർത്ഥങ്ങളുടെ പേരുകളൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളായിരിക്കും. പിന്നെ ഒരുപാട് വരുന്നുണ്ട്. നദികളുടെ പേരും തടാകങ്ങളുടെ പേരുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ ഇംഗ്ലീഷ് മാസങ്ങളുടെ നോക്കിയാലും എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഫെബ്രുവരിയും മെയ്യും ജൂലൈയും സ്ത്രീലിംഗ ശബ്ദങ്ങളായിരിക്കും. ബാക്കി 9 മാസങ്ങൾ എന്തായിരിക്കും? പുല്ലിംഗ ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്രയൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ലിംഗവും അതിൻ്റെ കുറച്ച് വേർഡ്സുകളും പിന്നെ പുല്ലിംഗവും സ്ത്രീലിംഗവും തിരിച്ചറിയാനുള്ള ഒരു നിയമവും നിങ്ങൾ ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.